ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇന്നും നാളെയും ഓഫാണ്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായ് എയർപോർട്ടിലാണ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം സമയം ഇവിടെ 4:15 അതാണ് നേരം അങ്ങോട്ട് വെളിച്ചം വരാത്തത്. ഓക്കെ, നമ്മുടെ ദുബായ് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, ഫ്ലൈറ്റ് നമ്മുടെ ഷാർജയിലാണ്. ഷാർജയിൽ മൂവില്ലയിൽ പോണ വഴിക്ക് നമുക്കിനി പെട്രോൾ അടിക്കണം. എല്ലാ ദിവസവും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോണ ദിവസം ഞാൻ പെട്രോൾ അടിക്കും. അപ്പോൾ നൈറ്റിൽ പെട്രോൾ അടിക്കാൻ തിരക്കുണ്ടാവില്ല. സുഖമായിട്ട് വേഗം പോയി പെട്രോൾ അടിച്ച് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. അതല്ലെങ്കിൽ പകലാണെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും ഇവിടെ പെട്രോൾ അടിക്കണമെങ്കിൽ. അതുകൊണ്ട് സെക്കൻഡ് നൈറ്റ് കഴിഞ്ഞ് തിരിച്ചു പോണ ദിവസം ഞാൻ പെട്രോൾ അടിച്ചിട്ടാ വീട്ടിൽ ക്യൂ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ അടുത്ത് 2 പമ്പ് കാണാൻ പറ്റും. അതില് സെക്കൻഡ് പമ്പിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിക്കും. ഈ റോഡിന്റെ സ്പീഡ് 80 ആണ്. അവിടെ എഴുതി വെച്ചാണ് 80. അപ്പൊ 80 ആയതുകൊണ്ട് നമുക്ക് 99 വരെ ഓടിക്കാൻ പറ്റും ഈ റോഡിൽ കൂടെ. ഓക്കെ, 99 വരെ ഓടിക്കാം. 100-ല് ഫൈൻ അടിക്കും. 20 ഇവിടെ ബോണസ് ആയിട്ട് കിട്ടും നമുക്ക്. എത്ര റോഡിന്റെ സ്പീഡ് അത് വിട്ട് ഒരു 20 നമുക്ക് മേലെ കൂട്ടി ഓടിക്കാം. 20 അല്ല 19 കൂട്ടി ഓടിക്കാം. ദുബായിൽ അങ്ങനെയാണ് നിയമം. പക്ഷെ അബുദാബിയിൽ മാറ്റമുണ്ട്. അബുദാബിയിൽ കറക്റ്റ് എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ സ്പീഡിൽ മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. 150 ആണെങ്കിൽ 140. അത് വിട്ട് മേലേക്ക് ഒരു പോയിന്റ് കൂടിയ അപ്പൊ ഫൈൻ അടിക്കും. ദുബായിൽ നമുക്ക് ദുബായ് ഷാർജ എല്ലാവരുടെയും നമുക്ക് 20 കൂട്ടി ഓടിക്കാൻ പറ്റും. ഇതിപ്പോ കാലത്ത് തന്നെ ആയതുകൊണ്ട് വണ്ടികളൊന്നും ഇല്ല റോഡില്. സുഖമായിട്ട് നമുക്ക് ഓടിച്ചു പോവാം. വേണ്ട, ഇതാ റൈറ്റ് സൈഡിൽ ഒരു പമ്പുണ്ട്. ആ പമ്പിൽ അത് പെട്രോൾ അടിക്കണം. കാറില് ഓൾറെഡി പെട്രോൾ ഉണ്ട് പകുതി. എന്നാലും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോണ ദിവസം ഞാൻ പെട്രോൾ അടിക്കും. അങ്ങനെ വെച്ച് ഇന്ന് പെട്രോൾ നമുക്ക് ഇവിടെ അടിക്കാം. ഇത് എനോക്കിന്റെ പമ്പാണ്. എനോക്കിന്റെ ഇവിടെ ആകെയുള്ള എനോക്ക്, എപ്കോ, എമറാത്ത്, പിന്നെ അഡിനോക്ക്. ഈ 4 പമ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇത് എനോക്കിന്റെ ആണ്. എനോക്കും എപ്കും സെയിം കമ്പനിയാണ്. ഇത് എനോക്കിന്റെ പമ്പിലാണ് ഇപ്പൊ നമ്മൾ കയറാൻ പോണ്. ഓക്കെ, നമ്മൾ പമ്പിലെത്തി. പമ്പിലെത്തി. ഇനി ഫോൺ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ,
പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് നമ്മൾ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് ഇവിടുത്തെ മെയിൻ ഹൈവേയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, അതാണ് 311. ഇതാണ് 311 ഷെയ്ഖ് സായിദ് റോഡ്. ഇത് ഇവിടുത്തെ ഒരു ഹൈവേ പോലത്തെ റോഡാണ്. ഓക്കെ, ഇവിടെ സ്പീഡ് 110 സ്പീഡ്, 129 വരെ നമുക്ക് ഓടിക്കാം, കുഴപ്പമുണ്ടാവില്ല. അത് വിട്ട് പോയി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. പുലർച്ചെ ആയതുകൊണ്ട് നന്നായി സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ, അല്ലെങ്കിൽ ഉണ്ടല്ല ആരെങ്കിലൊക്കെ നല്ല സ്പീഡിൽ എവിടെന്നേലൊക്കെ വന്ന് കയറും. നമ്മളിപ്പോ പോകുന്നത് 110-ലാണ്. ഇതാണ് ദുബായിലെ രാത്രിയിലെ റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സോനാപൂര്. കുറച്ചും കൂടി പോയ ഒരു പാലം കാണാം. ആ പാലം കഴിഞ്ഞാൽ നമ്മൾ ഷാർജയിലെത്തും. ആ പാലാണ് ദുബായ് ഷാർജയുടെ ബോർഡർ. ഇപ്പൊ നമ്മൾ ദുബായിലാണ്. ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ ഷാർജയിലെത്തും. ഷാർജയിലെത്തി കഴിഞ്ഞാൽ സ്പീഡ് നമുക്ക് കൂടുതലാണ്. ദുബായിൽ 110 സ്പീഡ്, ഷാർജയിൽ 120 സ്പീഡ്. 120 എന്ന് പറയുമ്പോൾ നമുക്ക് 140 വരെ ഓടിക്കാം. ഈ പാലത്തിന്റെ അപ്പുറത്ത് ഷാർജയാണ്, ഷാർജ.
ഇതാണ് ഷാർജയിലെ മൊയില. ഇവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. ആരും പണിക്ക് പോയില്ല, കാതുകളൊക്കെ ഇങ്ങനെ കിടക്കുക.